എൻ്റെ പേര് സൈമൺ, വീട്ടുപേര് മത്താനത്ത്. ഞാൻ നടവേൽ ഇടവകം അംഗമാണ്. എനിക്ക് ഒരു 7-8 വർഷം മുമ്പ് ക്യാൻസറിൻ്റെ ഇത് തുടങ്ങിയിരുന്നു. 7 വർഷം മുമ്പാണ് പരിപൂർണമായിട്ട് അറിയുന്ന ക്യാൻസർ ആയിരുന്നെന്നുള്ളത്. അത് ലങ്സിനാണ് ക്യാൻസർ ആയിരുന്നത്. മേപ്പാടിയിൽ നിന്ന് ചികിത്സ എന്നെ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞു, ഇനിയും 4.5 മാസത്തിൽ കൂടുതൽ നിങ്ങൾ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുന്ന് പിള്ളേരും ഒക്കെ കൂടെ കൂടി ഇവിടെ കോഴിക്കോട് പിംസി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴും അവർ പറഞ്ഞു 4.5 മാസത്തിൽ കൂടുതൽ ജീവിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കിടന്നോളാം എന്നും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോന്നു. പിന്നെ എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഉണ്ണീശോ എനിക്ക് ആയുസ്, ദൈവം തന്ന ആയുസ് എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഈശോ വീണ്ടും ആയുസ് തരും എന്നുള്ളൊരു നല്ല ധൈര്യം, ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കിടന്നു. എനിക്കറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഞാനിങ്ങനെ കിടന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ കൂടി എന്നോട് പറഞ്ഞ് ഇങ്ങനെ കിടക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഇവിടെ തലശ്ശേരി കൊണ്ടുപോയി, 4ാമത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഡോക്ടർമാർ അത് തന്നെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ സഹോദരൻ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഡോക്ടറോട് പറഞ്ഞു, വലിയ ഡോക്ടർ മുകളിലുണ്ട് കേട്ടോ, ഡോക്ടർ ആയുസ് തീരുമാനിക്കുന്ന ഡോക്ടറാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ വന്ന് പറഞ്ഞു, എന്നാൽ അഡ്മിറ്റ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് ഒരു 53 കീമോയും 18 റേഡിയേഷനൊക്കെ കഴിഞ്ഞ് ഡോക്ടർക്കൊരു എന്നാലും അവർക്കൊരു ഇതില്ലായിരുന്നു. എങ്കിലും എനിക്കൊരു മനസ്സിന് നല്ല ധൈര്യമുണ്ട്. എൻ്റെ ഉണ്ണീശോ എൻ്റെ കൂടെയുണ്ട്. അതിൽ എനിക്കൊരു വചനം ഉണ്ടായിരുന്നത്, നീ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും നിൻ്റെ കരം ഞാൻ പിടിച്ചിട്ടുണ്ട് എന്നൊരു വചനം എനിക്ക് എപ്പോഴും ഉറപ്പ് തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ പോന്നു. എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെയായി. ഞാനിങ്ങനെ കരയുന്ന രീതിയിൽ മറ്റാരെയും കാണിക്കാതെ ഉള്ളുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഉണ്ട് മാതാവിൻ്റെ ഒരു സ്റ്റാച്ച് നെടുമ്പോയിൽ നിന്ന് കാണുന്നു. ഞാൻ എന്നെ ചികിത്സിച്ച് കൊണ്ടുവരുന്ന വഴിക്ക് നെടുമ്പോയിൽ നിന്ന് കാണുന്നു. അവിടുന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നീ ഉണ്ണീശോയ്ക്ക് മുലപ്പാൽ കൊടുക്കുമല്ലേ, ഒരു തുള്ളി മുലപ്പാൽ എനിക്ക് താന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. അതിനുശേഷം അതുപോലെയുള്ള വേദന എനിക്കുണ്ടായിട്ടില്ല. ഉണ്ണീശോയുടെയും മാതാവിൻ്റെയും ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ ഇന്ന് ഞാൻ ഈ 7 വർഷമായിട്ട് 4.5 മാസം പറഞ്ഞ് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. ഇപ്പോഴും എനിക്ക് നല്ല ബോധ്യമുണ്ട്. 7 വർഷം മുമ്പ് ഞാൻ എൻ്റെ അവസാന ക്രിസ്മസ് തലശ്ശേരി ഹോസ്പിറ്റലിൽ ഞങ്ങളവിടെയുള്ള ഡോക്ടർമാരും നേഴ്സുമാരും കൂടെ ഉണ്ടായിരുന്ന രോഗികളും ഞങ്ങളെല്ലാവരും കൂടി ഞാൻ കേക്ക് മുറിച്ച് ആഘോഷിച്ചതാണ്. എന്നിട്ട് അവരോടും പറഞ്ഞു, എൻ്റെ നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇനി എന്നെ കാണിയല്ല, എല്ലാവർക്കും എൻ്റെ ലാസ്റ്റ് ക്രിസ്മസ് ആശംസകളൊക്കെ പറഞ്ഞ് ഇരുന്ന ഞാനാണ്. എൻ്റെ കർത്താവ് എന്നെ ഇത്രയും സ്നേഹത്തോടു കൂടി കരങ്ങൾ പിടിച്ച് ഇപ്പോഴും എനിക്ക് നടക്കാൻ ശകലം ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. എന്നെ കർത്താവിൻ്റെ കൃപയാൽ ഞാൻ മുന്നോട്ട് ഇപ്പോഴും ജീവനോടെ പോകുന്നു.